ഇന്ന് നമ്മൾ കറി ഉണ്ടാക്കുന്ന രൂപമാണ് കാണുന്നത് കേട്ടോ. നമ്മൾ കറി ഉണ്ടാക്കില്ല ശരിയാവില്ലെന്നാണ്. വെണ്ടക്കറിയാണ് നമ്മൾ ആദ്യം ഉണ്ടാക്കുന്നത്. അത് എങ്ങനെയാവുമെന്ന് നമുക്കറിയില്ല. നമ്മൾ കൂട്ടുകാരൻ അന്തര മനസ്സാണ് സെറ്റാക്കുന്നത്. ചോറ് ഇവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഉള്ളി അരിഞ്ഞു, തക്കാളി ഭയങ്കര സ്റ്റൈലിൽ അരിയാണ്. അപ്പോൾ കൊസി ഉണ്ടാവുമല്ലോ. പുയിങ്ങണം. തക്കാളി പുയിങ്ങിയില്ല, പുയിങ്ങണം. ഒരു ഉള്ളി മതി. യെസ്. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഓക്കെ. അത് ആദ്യം കണ്ടിക്കണം. ഇവിടെ ചീനച്ചട്ടിയുടെ അതൊക്കെ ഉണ്ട്. സെറ്റാണ്. ചട്ടി മുളക് നമുക്ക് എങ്ങനെ വരഞ്ഞാൽ പോരെ. അല്ല മറ്റവർക്ക് കഷ്ണമൊക്കെ ഒന്നായിട്ട് ഒടിയേ എരിവ് കൂടും. 2-3 കഷ്ണങ്ങളാ എരിവ് കൂടും. ഇവിടെ ഇതിൻ്റെ ഉരുളത്ത് കുരു കളഞ്ഞാനിടാം. ആ പേരുണ്ടാവില്ല. വരിഞ്ഞാൽ മതി. എന്നാ വരിഞ്ഞ 2 പോരെ. 2 മതി. എന്നാ മതി പാടോ. കുരു കളണ്ടേ? കുരു കളണ്ടാവുന്നുണ്ട്. അല്ല എരിവ് കൂടും. കുറച്ച് കണ്ട ഇൻഗ്രീഡിയൻസ് റെഡി ആയിട്ടുണ്ട്. വെണ്ടക്ക കാണാൻ്റെ വെണ്ടക്ക കുറച്ച് വെണ്ടയ്ക്ക് കുറേ ഉണ്ട്. ലാസ്റ്റിൽ ഉള്ളിക്കറി ആകുമോ എന്ന് സംശയമാണ് ഞങ്ങൾക്കുള്ളത്. ഒരു 4 വെണ്ടയ്ക്ക് കൂടി എടുത്തുവിടായിരുന്നു. ഇത് മതി. ഇതാണ് ചപ്പ് മതി. കുറച്ച് കഴിഞ്ഞിട്ട് ഇടാനുള്ളതാണ്. അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ. ഇതാണ് കഴിച്ച് നമ്മൾ ചെയ്യുന്ന ചട്ടി. ആനച്ചിട്ട് ചോറ് ഇവിടെ ആയിട്ടുണ്ട്. ചോറ് റെഡിയായി. ഇനി ഇതിക്ക് ഒഴിച്ചാൽ മതി. നമുക്ക് കറിക്കുള്ള സാധനങ്ങൾ ആവി പോയിട്ട് നമുക്ക് അതിക്ക് ഒഴിച്ചിടാം. ആണെന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത് കറി ഉണ്ടാക്കാൻ ചൂടാവട്ടെ. കറി ചൂടാവല്ല. ചട്ടി വെളിച്ചെണ്ണ നമ്മൾ ഗോൾഡ് ഓയിലാണ് ഒഴിക്കാൻ പോകുന്നത്. ഗോൾഡ് കണ്ണെല്ലാം എടുക്കില്ലേ? ഗോൾഡ് ഓയിൽ കണ്ടോ? നമ്മൾ ഉള്ള പവറുള്ള സാധനം എടുക്കുള്ളൂ കേട്ടോ. അത് ചട്ടി ചൂടായി അല്ലേ? മോയ അത് ചോദിച്ചത്. അത് വെണ്ടയ്ക്ക വാട്ടണം. മുളക് പൊടിയുടെ വെണ്ടയ്ക്ക വാട്ടണം. എണ്ണ ചൂടായി വരുമ്പോൾ ഇതാണ് അങ്ങനെ പോകുന്നത്. പൊടികളൊക്കെ നമുക്ക് ഈ കുപ്പിയിലല്ലേ. അത്യാവശ്യം വെണ്ടയ്ക്ക ഉണ്ട്. മുളക് പൊടി എടുത്തതാ. വെയിറ്റ് ചെയ്യും. ഇതെന്ത് പൊടിയാ? മഞ്ഞൾ പൊടി. ഇതോ ചിക്കൻ മസാല ഇട്ടാൽ മതി നമുക്ക്. ഇതെന്താ? പെപ്പർ, ഗരം മസാല. എങ്ങനെ ഇരിക്കുന്നത്? മുളക് പൊടിയില്ല. അപ്പം നമ്മളിന്ന് മുളക് പൊടിക്ക് മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല എടുക്കും. മസാല ഒഴിക്കല്ലേ? ഇല്ല, വായിച്ചില്ല. വെണ്ട വാട്ടുകയാണ്. സ്ലിമ്മിലിടണം. പക്ഷേ ഞങ്ങൾ സ്ലിമ്മിൽ തന്നെയാണ്. വെളിച്ചെണ്ണ കാണില്ല. വെളിച്ചെണ്ണൊക്കെ ഇപ്പോൾ ഭയങ്കര വിലയാണേ. അവിടെ അവിടെ പാരച്ചൂടൻ നമ്മളിത് ഗോൾഡ് ആയതുകൊണ്ട് വെളിച്ചെണ്ണ ഗോൾഡ് ആക്കണില്ല. എൻ്റെ കറിയിലേക്ക് നമ്മൾ ചിക്കൻ മസാല ഇടാൻ പോവാണ്. എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല. മുളക് പൊടിക്ക് പകരമാണ്. മതിപ്പാ. അത് മതിയോ ബേ? ഓക്കെ തന്നെ ബേ.
മൂടിയില്ല ഇതിന്? ഞാൻ മൂടിയില്ല. തൽക്കാലം ഇവിടെ കുറച്ച് മൂടികളുണ്ട്, അതൊന്നും പറ്റൂല. അതിൻ്റെ ഭാഗത്തുള്ള മൂടി നമ്മുടെ അല്ല. ഇതിനെ മൂടി അരച്ചക്കാനോ? അത് വേണ്ടേ? എന്തൊക്കെ വേണ്ടേ? ഞാൻ ഈ കുക്കർക്കൊക്കെ ഔടാ ഇത് കുക്കറ് അരി ഇതിക്കിട്ടിട്ട് ചോറ് ഇതിക്കിടാം. അതിന് ഇത് പോയോ? പോയിട്ടില്ല, ഇപ്പോഴും ഉണ്ട്. ചോറ് കേട്ടോ, ചോറ് ആവി പറക്കണ ചോറ്. ഇതാ കറി. വെണ്ടക്കറിയിൽ വെണ്ടക്ക ഇവിടെ വാട്ടിച്ച് കാണിച്ചോക്കെ. വെണ്ടക്ക വാട്ടിച്ചിട്ടുണ്ടാ. പിന്നെ നമ്മൾ പറഞ്ഞല്ലേ പൊടികളൊക്കെ ഇവിടെ ഉണ്ട്. ഇനി തക്കാളി ഇടാൻ പോവാണ്. തക്കാളി അരിയുമ്പോൾ എങ്ങനെ ചെയ്യാം? അതാകുമ്പോൾ കുടൽ പിടിച്ചില്ല. അരച്ചങ്ങാക്കണ്ട. ഇയാളെ നമുക്ക് ഇതിക്കിട്ടാ മതി. വെന്ത് ഉള്ളിക്ക് വെന്ത് നോക്ക്. വിശലപ്പിച്ച തക്കാളിയൊക്കെ ജ്യൂസാവും. തക്കാളി എന്താവും? ജ്യൂസാവും. ഇനി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി അത് ഇട്ടില്ലേ? അല്ല ഇനി മഞ്ഞപ്പൊടി. അങ്ങനെ നമ്മൾ വെണ്ടക്ക വെച്ച് ചിക്കൻ കറി വെച്ചില്ല. വെണ്ടക്ക കറി അല്ല ചിക്കൻ പൊടി വെച്ചാണ്ട് വെണ്ടക്ക കറി. ചിക്കൻ പൊടി നമ്മൾ വെണ്ടക്ക കറി കുറച്ച് ഗരം മസാല ഇട്ടു. എന്താകുന്നു ഞങ്ങൾക്കറിയില്ല. കുറച്ച് പെപ്പർ, കുരുമുളക് പൊടി, 5 ദിവസം എല്ലാം കൂടി വന്ന് മിക്സ് ചെയ്യും. തക്കാളി ചാടിപ്പോയി. രാവതില്ലാത്തൊരു കയ്യിലും അല്ല മറ്റേതുണ്ട് പോലെ ലേലുണ്ടോ കണ്ടല്ലേ? എനിക്ക് കേക്കിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം കൊണ്ടുവരാം. നല്ലതാ. തിളപ്പിച്ച വെള്ളം വേണം. അല്ല തിളപ്പിച്ച വെള്ളം വേണോ? ഞാൻ കെറ്റിൽ ചൂടാക്കാം. ഇതിനെ ചാട്ടി വെച്ച വെണ്ടക്ക വെണ്ടക്ക ഇട്ടോ. അതിന് മിക്സ് ആക്കിയിട്ട് നമ്മുടെ കറി റെഡി ആവണേന് പുരോഗമിക്കാനായി. എന്ത് കറിയാണെന്നുള്ളത് ലാസ്റ്റ് കഴിക്കുമ്പോൾ പറയാം എന്താ ടേസ്റ്റ് എന്നുള്ളത്. ചിക്കൻ മസാല, ഗരം മസാല ഇനി തിളക്കാണ്ട് മൂടി വെച്ചിട്ട്. ഞാൻ പറഞ്ഞത് ഇരി കിട്ടാണ്ട് മുടിച്ച പോരെ. കുക്കർക്ക് ഇട്ടുകൊണ്ട് നമ്മൾ പാത്രത്തിന് മൂടിയില്ല എന്നുള്ളൊരു പ്രത്യേക ഒരു ദാരിദ്ര്യം കൊണ്ട് കുക്കറിലേക്ക് ഇട്ട് പാചകം ചെയ്യാം. വിസിലടുപ്പിച്ചാൽ ഇത് ജ്യൂസ് തന്നെയാവും. അതിൻ്റെ ഹോട്ടലൊക്കെ ഉണ്ടല്ലോ സാലിന, അതാവും. മസാല വളരെ ചോറ് നാളെ കുറച്ച് സ്കെച്ചാൽ മതി. ചോറ് അടുപ്പത്തേക്ക് എത്തി അടുപ്പത്ത് വെച്ചു. ഈ ഇളക്കട്ട് വന്നിട്ട് എണ്ണ ഒന്നില്ലേ, എണ്ണ കുറച്ച് വെച്ചാൽ മല്ലിച്ചപ്പരി. ഇതിട്ടാൽ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ കറി ഉണ്ടാക്കുന്നവർ ഇതും കൂടി ഇടാൻ ശ്രദ്ധിക്കുക. ഇത്രയും വെള്ളം പറഞ്ഞ സ്ഥിതിക്ക് കുറച്ച് ഉപ്പിടേണ്ടത് നല്ലതാണ്. ഉപ്പിടണ്ട, നമുക്ക് ഇനി ഉപ്പിടണ്ട. എന്നിട്ട് അഥവാ കുറവാണെങ്കിൽ ഉപ്പിടാം. കറി ആയി അല്ലേ? ഇനി ഒന്ന് തിളച്ചിട്ട് മൂടി വെക്കാം. ഇപ്പോൾ നമ്മുടെ വെണ്ടക്ക കറി സെറ്റായി. വെണ്ടക്ക കറി സെറ്റ് ആയിട്ടുണ്ട്. പക്ഷേ കരിവേപ്പിൻ്റെ ഇല കറി എന്ന് വേണമെങ്കിൽ പറയാം. ജാസ്തി കരിവേപ്പിൻ്റെ ഇല ഹേ, അതുകൊണ്ട് ഉള്ളി ഹേ ജാസ്തി. ഒരു ഉള്ളി ഇട്ടിട്ടുള്ളൂ, പൊതുന്നത് ജാസ്തി. അതാണ് അവസ്ഥ. അച്ചാറും കൂടി ഉണ്ട്. അന്തസ്.
അങ്ങനെ ഗൈസ് സാധനം സെറ്റ് ആയിട്ടോ. ഞങ്ങൾ കരുതിയ ഒരു രസം ഉണ്ടാവില്ല, പക്ഷെ സാധനം വിചാരിച്ചതിലപ്പുറം. ഹലോ ഗൈസ്, കണ്ടാ അച്ചാറും ഇതും കറി, നമ്മളെ കറി വെണ്ടയ്ക്ക കറി. അടിപൊളി. അടിപൊളിയാണ്, നമ്മൾ ഉണ്ടാക്കിയ അടിപൊളി അന്തസ്സൻ. അടിപൊളിയാണ്. രസമില്ലെങ്കിൽ രസമില്ല തന്നെ പറയും. ആ തന്നെ. പക്ഷെ ഇത് അങ്ങനെയല്ല. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.